بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്നാണ് ഈ കിതാബിൻ്റെ പേര്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ രത്നച്ചുരുക്കം ആറ്റിക്കുറുക്കിയത് എന്നൊക്കെ പറയാം. മനസ്സിലായോ? ഈ കിതാബ് മൊത്തം കണ്ട് ഓതിയാൽ ഷാഫിഈ മദ്ഹബിൽ ഒരു ഉൾക്കാഴ്ച, ഒരു ഉണർവും ബോധമൊക്കെ വരും. അപ്പോൾ ഓതുന്നത് ശരിക്കും ശ്രദ്ധിച്ച് ഓതണം, അതനുസരിച്ച് അമൽ ചെയ്യുന്നതാണ്. ഫിഖ്ഹ് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ 4 ഭാഗങ്ങളാണ് ഉണ്ടാകുക. ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെയുള്ളതുണ്ടല്ലോ. പിന്നെ മുആമലാത്ത്, ഇടപാടുകൾ, കച്ചവടത്തിൽ ഏതൊക്കെ അനുവദനീയമല്ലാത്തത്, അതിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പലിശ വരുന്ന വഴികൾ ഏതൊക്കെയാണ്, അതൊക്കെ ചർച്ച. 3-ാമത്തെ ഭാഗം മുനാക്കഹാത്ത്. മുനാക്കഹാത്ത് പറഞ്ഞാൽ വൈവാഹിക നിയമങ്ങൾ, മനസ്സിലായ, വിവാഹം, അനുബന്ധ കാര്യങ്ങൾ. പിന്നെ ജിനായ, സിവിൽ ക്രിമിനൽ നിയമങ്ങളൊക്കെ, കുറ്റകൃത്യങ്ങളുണ്ടാവും. ഒരുത്തൻ ഒരാളെ കൊന്നു, എന്നാൽ അവനെ തിരിച്ചു കൊല്ലുക, ഓരോ കുറ്റത്തിനും അതിൻ്റെതായ ശിക്ഷകളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഭാഗം. അപ്പം അങ്ങനെ 4 പാർട്ടുകളാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. അതിലാദ്യം ഇബാദാത്ത്, അതായത് ആരാധനാ കർമ്മങ്ങൾ, അതേക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകും. ഓക്കെ, ഈ കിതാബ് എഴുതിയത് ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഉലമാക്കളിൽ ഏറെ പ്രഗത്ഭനും വലിയ മുവഫഖും അനേകം കിതാബുകളുടെ ഉടമയുമായ മഹാനായ കോടമ്പുഴ ബാബ ഉസ്താദ് അവർകളാണ്. തൊവ്വലല്ലാഹു ഉംറഹു മഅ സ്വിഹ്ഹതി വൽ ആഫിയ. ഉസ്താദിന്റെ കിതാബാണ് കേട്ടോ. അപ്പം നോക്കിക്കൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായി ഞാൻ ഈ കിതാബ് ഓതാൻ ആരംഭിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ബിസ്മി ഓരോ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ ചൊല്ലണം എന്നല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായി ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. യാത്ര പോകുമ്പോൾ ആ യാത്ര പോകുന്നു. അങ്ങനെ ഓരോന്നിനോടും അനുബന്ധിച്ച ക്രിയയാണ് അവിടെ സങ്കല്പിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പഠനം ആരംഭിക്കല്ലേ, ഒത്തല്ലേ? അപ്പൊ എന്താ പറയുക? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായി ഞാൻ ഓതാൻ ആരംഭിക്കുന്നു. അർ റഹ്മാനി, റഹ്മാനായ അള്ളാഹു. റഹ്മാൻ പറഞ്ഞാരാ? നല്ലവർക്കും ചീത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹ്. എന്നൂടെ പറഞ്ഞാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹു, നന്മ ചെയ്യുന്നവനായ അള്ളാഹു. അർ റഹീം, നല്ല ആളുകൾക്ക് പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായി ഞാൻ ഓതാൻ ആരംഭിക്കുന്നു. മനസ്സിലായോ? അൽഹംദുലില്ലാഹി, അൽഹംദു സർവസ്തുതിയുമാകുന്നത്, അൽഹംദു സർവസ്തുതികളുമാകുന്നത് ലില്ലാഹി അള്ളാഹുവിനിക്കാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്, ഹദാന അവൻ നമ്മെ ചേർത്തിരിക്കുന്നു, അതല്ലെങ്കിൽ നമുക്കവൻ മാർഗദർശനം നൽകിയിരിക്കുന്നു. ലിഹാദ, ഇതുകൊള്ളെ. ഇത് ഖുർആനിലെ ഒരു ആയത്താണ്. എവിടെ ആയത്താണ്? ആയത്തിന്റെ തലെന്താ? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ എന്ന ആയത്തിന്റെ തുടക്കഭാഗം അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. സൂറത്തുൽ അഅറാഫിലെ 43-42 ആയത്താണ്. അതായത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ച് അവരിങ്ങനെ ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അള്ളാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്, ഹദാനാ ലിഹാദാ, ഈ അനുഭൂതികളൊക്കെ കിട്ടാൻ പറ്റുന്ന കർമ്മങ്ങളിലേക്ക് അവർ നമ്മെ ചേർത്തിരിക്കുന്നു. വമാ കുന്നാ, നമ്മളാകുമായിരുന്നില്ല, ലിനഹ്തദിയ, ഈ കർമ്മങ്ങളിലേക്ക്
ഈ കർമ്മങ്ങളിലേക്ക് മാർഗദർശനം നൽകപ്പെടുന്നവരാകുമായിരുന്നില്ല. ലൗല അൻ ഹദാനല്ലാഹു, അല്ലാഹു നമുക്ക് മാർഗദർശനം നൽകിയില്ലായിരുന്നുവെങ്കിൽ. മനസ്സിലായോ? അപ്പൊ ആയത്ത് ബറക്കത്തിന് വേണ്ടി കൊടുത്തതാണ്, അതല്ലാതെ ഇവിടെ അതിന് പ്രത്യേകിച്ച് അർത്ഥം വെക്കാനൊന്നുമില്ല. ആ ആയത്തിന്റെ അർത്ഥം തന്നെ ഇവിടെ അൽഹംദു സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി അള്ളാഹുവിനിക്കാണ്. അല്ലത് എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഹദാന അവൻ നമ്മെ ചേർത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. ലിഹാദ ഈ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളിലേക്ക്. വമാ കുന്ന നമ്മളാകുമായിരുന്നില്ല, ലിനഹ്തദിയ സന്മാർഗം സിദ്ധിക്കുന്നവരാകുമായിരുന്നില്ല, ലൗല അൻ ഹദാനല്ലാഹു അല്ലാഹു നമ്മളെ ഹിദായത്താക്കിയില്ല എങ്കിൽ. ഉറപ്പന്നല്ലേ? അപ്പൊ അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കിയില്ല എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാവൂ? ഇല്ലല്ലോ. വസ്വലാത്ത് അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ചൊരിയുന്ന ബഹുമാനത്തോടു കൂടിയുള്ള ആ ഒരു കാരുണ്യം, അതിനേക്കാണ് സ്വലാത്ത് എന്ന് പറയാം. വസ്വലാത്തു അള്ളാഹുവിന്റെ സ്വലാത്ത്, വസ്സലാമു അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും, അലാ സയ്യിദിന നമ്മുടെ നേതാവിന്റെ മേലിൽ ഉണ്ടാകട്ടെ. നമ്മുടെ നേതാവ് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല, മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലിൽ ഉണ്ടാകട്ടെ. എങ്ങനെയുള്ള നബിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ നേതാവിന്റെ മേലിൽ ഉണ്ടാകട്ടെ. ഓക്കെ. പിന്നെയോ വഅലാ ആലിഹി അവിടത്തെ കുടുംബത്തിന്റെ മേലിലും ഉണ്ടാകട്ടെ. വസ്വഹ്ബിഹി അവിടത്തെ അനുയായികൾക്ക് മേലിലും. എങ്ങനെയുള്ള അനുയായികൾ? അൽ ഫായിസീന വിജയിച്ചവരായ, ബിരിളല്ലാഹി അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട്. അല്ലേ? സൂറത്ത് തൗബയിൽ പറഞ്ഞില്ലേ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. പറഞ്ഞില്ലേ, സ്വഹാബാക്കളെ കുറിച്ച് പറഞ്ഞതാ. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവർ അല്ലാഹുവിനെ തൃപ്തി കൊണ്ട് വിജയിച്ചവരല്ലേ? അല്ലേ? അമ്മാ ബഅദ് ബിസ്മി ഹംദ് സ്വലാത്ത് സലാം എന്നീ പ്രാരംഭ മുറകൾക്ക് ശേഷം. അതാണ് അതിന്റെ അർത്ഥം. വലതും ഉണ്ടെങ്കിൽ ശേഷം പറയാൻ പോണതാണ്. ഫഅലം അപ്പോൾ നീ മനസ്സിലാക്കുക, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ഖലഖനാ അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു, ഫി അഹ്സനി തഖ്വീം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ, ഏറ്റവും സുന്ദരമായ രീതിയിൽ, ഏറ്റവും സുന്ദരമായ ആകൃതിയിലും രൂപത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മളെ സൗന്ദര്യം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കിയത് കുറെ വെളുപ്പുണ്ടാക്കലാണ് സൗന്ദര്യം എന്നാണ്. എന്നിട്ട് തന്നെ കുറെ ആൾക്കാരെ പോരായിട്ട് വേറെ എന്തൊക്കെയാ വാരി മുഖത്ത് തേക്കണുണ്ട്, അല്ലേ? അതൊന്നുമല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാല്. പിന്നെയോ വഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ലനാ നമുക്ക് വേണ്ടി, അൽ അർള ഭൂമിയെയും, വമാ ഫീഹാ അതിലുള്ളവയെയും. വമാ ഫീഹാ പറഞ്ഞാല് ഭൂമിയിലുള്ള സർവ്വതിനെയും. അതെന്തിനാൽ? മിനൻ നഈമി അനുഗ്രഹങ്ങളാൽ. മിനൻ നഈമി അനുഗ്രഹങ്ങളാൽ. അപ്പൊ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ആർക്ക് വേണ്ടി പടച്ചു? മനുഷ്യർക്ക് വേണ്ടിയിട്ട് പടച്ചു. അതാ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ബഖറയിൽ പറഞ്ഞില്ലേ, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ആണ് ഖുർആൻ പഠിച്ച അങ്ങനെ ഓരോന്ന് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. അതാ നേരത്തെ തഖ്വീസാലും പറഞ്ഞത്, പഠിക്കാൻ എളുപ്പാ. മനസ്സിലായോ? വസഖറ ലനാ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അശംസ സൂര്യനെ, വൽ ഖമറ ചന്ദ്രനെ, വൻ നുജൂമ നക്ഷത്രങ്ങളെ, വ അമറ അവൻ കൽപ്പിച്ചിരിക്കുന്നു, കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, മലായികത്തഹു അവന്റെ മാലാഖമാരോട്, മലക്കുകളോട്, ബിസുജൂദി സുജൂദ് കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. ആർക്ക്? ലി അബീന നമ്മുടെ പിതാവിനിക്ക്. അതാരാ? ആദം നബി അലൈഹിസ്സലാം അല്ലേ? എന്തിനു വേണ്ടി? ലിമാ അല്ലമഹു ആദം നബിക്ക് അവൻ പഠിപ്പിച്ച ഒന്നിനു വേണ്ടി. ആ ഒന്നെന്തിനാൽ? മിനൽ ഉലൂമി അറിവുകളാൽ. മനസ്സിലായോ? അപ്പൊ അറിവിന്റെ പേരിലല്ലേ ആദം നബിക്ക് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. സുമ്മ പിന്നെ, അമറന അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, ബിത്തഖ്വ തഖ്വ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു, വൽ മൗതി മരണം വരിക്കാനും കൽപ്പിച്ചിരിക്കുന്നു,
മരണപ്പെടാനും എന്തിന്റെ മേലിലായിട്ട്? അലൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ മേലിലായിട്ട്. അതാ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ, ഹഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട വിധം, സൂക്ഷിക്കേണ്ട പോലെ, വലാ തമൂതുന്ന, തീർച്ചയായും നിങ്ങൾ മരിച്ചു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അപ്പൊ രണ്ട് വസീയത്തിൽ വന്നില്ലേ. വത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തഖ്വ എന്ന് പറഞ്ഞല്ലോ, തഖ്വ പല സ്റ്റേജാണ്. അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നു. തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ ഹുവ, അത് ഇംതിസാലു അവാമിരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലാകുന്നു, കൽപ്പനകളെ അനുസരിക്കുക. വജ്തിനാബു നവാഹിഹി, അവൻ വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കലുമാകുന്നു. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുക, ഉപേക്ഷിക്കാൻ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. വല്ലിംതിസാലു, ഈ അനുസരണയും, വല്ലിജ്തിനാബു, ഈ വെടിയലും, ലാ യസ്തതിബ്ബാനി, അവ രണ്ടും ചൊവ്വാകുകയില്ല, ശരിയാകുകയില്ല, ക്ലിയറാകുകയില്ല, ഇല്ലാ ബിമഅരിഫത്തിൽ അഹ്കാമി ശർഇയ്യത്തി, മതപരമായ വിധികളെ അറിയൽ കൊണ്ടല്ലാതെ. അപ്പോഴല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിയുള്ളൂ. അതിന്റെ വിധികൾ എന്താണെന്ന് അറിയണ്ടേ? ഇവിടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അഞ്ചാലൊരു വിധി ഉണ്ടാവും, അത് ശേഷം പറയും. അപ്പൊ അതിന്റെ വിധി എന്താണ് നമ്മളറിയില്ല. അത് ശരിയാണോ ഉസ്താദ്, അത് അനുവദനീയാണോ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ അത് അറിഞ്ഞാലല്ലേ ഇവിടെ ഈ വഴിപ്പെടലും പിടിയലൊക്കെ പറ്റുള്ളൂ. വൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തി അൽ അമലിയ്യത്തി, കർമ്മപരമായ മതപരമായ വിധികളെ കൊണ്ടുള്ള അറിവാകുന്നത് ഹുവൽ ഫിഖ്ഹു, അതാകുന്നു ഫിഖ്ഹ്, കർമ്മശാസ്ത്രം. മനസ്സിലായോ? ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മപരമായ, വിശ്വാസപരല്ല, കർമ്മപരമായ മതപരമായ വിധിവിലക്കുകളെ കൊണ്ടുള്ള ജ്ഞാനം, അറിവ്, അതിനേക്കാൾ എന്ത് എന്ന് പറയാ? ഫിഖ്ഹ് എന്ന് പറയുക.